ഹലോ മച്ചന്മാരെ, കൈജോരി വീടിയിലൊക്കെ നമ്മൾ കുറെ ആലുമക്കറികളെയൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന്മാരിപ്പോ എത്ര വലുതായെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. കാരണം നമുക്ക് കുഞ്ഞിന് തീറ്റയൊന്നുമില്ല കിസ്. എന്നാ പിന്നെ ഇവന്മാരെയും കൊടുക്കാന്ന് വിചാരിച്ചേ. ഇങ്ങനെ പൊക്കി നോക്കിയപ്പോഴേ കിസ് ഭയങ്കര ഇരുട്ടായിട്ട് അവന്മാരെ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇതെന്റെ ഈ ഒരു ടിന്നിലോട്ട് അവന്മാരെ മൊത്തം പിടിച്ച് കൂട്ടിയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ തന്നെ അവന്മാരൊക്കെ തന്നെ ഇത്രമാത്രം വലുതുമായിട്ടുണ്ട്. അപ്പം മച്ചന്മാർ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ അതിലാ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. തന്നെ അപ്പോൾ ലൈക്ക് കൂടി അടിച്ചേക്കെ. അപ്പൊ ഇവന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കുഞ്ഞിനൊന്ന് കൊടുത്തു നോക്കാം കേട്ടോ. അപ്പൊ ഇവന്മാരെ അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ വെട്ടുന്നത് നല്ല രീതിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെറ്റിപ്പിൽ അവനെ കോർത്ത് നമ്മൾ നീട്ട് നോക്കാൻ വേണ്ടി പോകണം. അപ്പൊ നോക്കിയപ്പോൾ ഞാൻ കുഞ്ഞു ഇവിടെ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വാലുമക്കനോട് കാണിക്കേണ്ട താമസമുള്ളൂ കിസ്. അവൻ കയറി ഫസ്റ്റ് തന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് വെട്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ മച്ചന്മാരെ വീണ്ടും നമ്മളൊന്ന് കൊടുക്കാൻ വേണ്ടി പോകട്ടോ. അപ്പൊ എന്തായാലും കേസ് വീണ്ടും നോക്കിയപ്പോൾ തന്നെ അങ്ങനെ വീണ്ടും അവൻ പമ്മിക്കണം കേസ്. വരുന്നതിന്റെ മുന്നേ തന്നെ അവൻ കയറി സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടോ. ഇടുന്നതിന് മുന്നേ കയറി അവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഹലോ മച്ചന്മാരെ, ഇന്ന് നമ്മളൊരു ഫാമിൻ്റെ ഒരു വർക്കിന് വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പന്നി ഫാമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ അധികം കമ്പി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ പന്നിക്ക് ഗേറ്റ് പണിയാൻ വേണ്ടി കൊണ്ടുവന്ന കമ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് 2-3 നമ്മളങ്ങ് ചൂണ്ടിയെടുക്കുന്നുണ്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മഴ സമയത്ത് കിണറിൽ കയറി വലിയ വരാലുകളെ പിടിക്കാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെ വന്ന് നമ്മളാണ് ചൂണ്ട പോലും ഇടാണ്ട് തിരിച്ചു പോവേണ്ടി വന്നത്. പക്ഷെ കിണറിൽ കുറെ മീനിന്റെ ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ചൂണ്ടയിടാൻ നിൽക്കുന്ന സമയത്താണ് ദൈവന്റെ വരവ്. നല്ല സൈസിലുള്ള കരിപ്പിടിയും കടുവൊക്കെ നമ്മൾ കണ്ടെങ്കിലും ചൂണ്ടയിട്ട ദൈവനായിരിക്കും നമ്മൾക്ക് കിട്ടുക. പക്ഷെ എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം കണ്ടിട്ട് കുറെ നേരമായിട്ട് ഇതിൽ പെട്ടെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. മഴ സമയത്ത് കിണറിൽ കയറി വലിയ വരാലുകളെ പിടിക്കാൻ വേണ്ടി ഒരുപാട് രാത്രി 11:30 വീണ്ടും ആ സംഭവം നടന്നെങ്കിലും ഇത്രയും വലിയ ടിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോൺ സ്റ്റോപ്പ് കേട്ടപ്പോ തന്നെ മനസ്സിലായി വീണ്ടും വീട്ടിലോട്ട് മീൻ വന്നു. ഇന്നലെ രാവിലെ ഒരു മീനാണെങ്കിൽ 3 മീനാണ് രാത്രി വന്നിട്ട്. തോട്ടില് വലിയിട്ടിട്ട് മീൻ കിട്ടാതെ എനിക്കാണ് വീട്ടിലുള്ള വലിയിൽ ഇങ്ങോട്ട് വന്നിട്ട് മീന് കുടുങ്ങി കിടക്കും. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ അവന്മാരെ റിലീസ് ചെയ്യാണ്ട് ഞാൻ ബക്കറ്റിൽ ഇട്ടിട്ട് രാവിലെ റിലീസ് ചെയ്യാന്നാണ് വിചാരിച്ചത്. മീനുകൾ പോകാൻ ഉദ്ദേശിച്ചത് വീട്ടിന്റെ ബാക്കിലുള്ള ഈ ഒരു കുളത്തിലായതുകൊണ്ട് തന്നെ അതിലധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ ആമക്കുളത്തിലോട്ട് അവന്മാരെ റിലീസ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ സംഭവം ഞാൻ കാണുന്നത്. നമ്മളെ പിടിച്ചു വെച്ച കരിപ്പിടികൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിലും 1000കണക്കിന് മുട്ട ഇട്ടതാണ് കേട്ടോ. ഞാൻ രാവിലെ പോയി നോക്കിയപ്പോ കണ്ടത്. ഇനി അവന്മാരെ റിലീസ് ചെയ്യണം. നമ്മുടെ ടാങ്കിലിട്ട ഈ മുട്ടയൊക്കെ വിരിയോ എന്നുള്ള സംശയത്തിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. രാത്രി 11:30 വീണ്ടും ആ സംഭവം നടന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഞാനൊരു മെസ്സേജ് അയക്കാം. അതിന് ബ്രോസ്റ്റഡ് ചേട്ടന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ നീ മെസ്സേജ് അയക്കണേ? അതിനാണ് മംഗ്ലീഷ് കീബോർഡ്. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി, കൃത്യമായ മലയാളമാക്കി മാറ്റും. ഇത്ര പെട്ടെന്ന് അയച്ചോ? മംഗ്ലീഷ് കീബോർഡ് ഉണ്ടെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ ഒട്ടും സമയം വേണ്ട, 1 നിമിഷം മതി. ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങനെ ചെയ്യരുത്. ജീവൻ തന്നെ പോയി. ആമക്കുളത്തിൽ വരാൻ പിടിക്കാൻ പോയപ്പോ സ്ട്രൈക്ക് പോയിട്ട് ഒരു ആക്ടിവിറ്റി പോലും ഇല്ലാത്തോണ്ട് നമ്മൾ വേറൊരു പുതിയ സ്പോട്ട് കണ്ടു. അവിടെ സ്ട്രൈക്ക് ഉണ്ടോ എന്ന് നോക്കാൻ പോലും പറ്റാണ്ട് ആദ്യത്തെ കാസ്റ്റിൽ തന്നെ ഫ്രോഗ് പോയിട്ട് ലൈനിൽ ചെറിയൊരു കൊടുക്കായതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. പക്ഷെ എന്റെ പരിശ്രമത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരിക്കലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കുരുക്കാക്കി വെച്ചു. എന്തായാലും ഫ്രോഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെങ്കിലും അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റില്ല. ഇതൊരു കേബിൾ ലൈൻ ആയതുകൊണ്ട് തോട്ടിൽ ഒരു കത്തി കെട്ടി നൈസായി കട്ട് ചെയ്തപ്പോ നമ്മുടെ ഫ്രോഗ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങനെ ചെയ്യരുത്. ജീവൻ തന്നെ പോയി. ആമക്കുളത്തിൽ വരാല് പിടിക്കാൻ പോയി നമ്മൾ നമ്മുടെ ഫ്രോഗിന്റെ പുറകെ വന്ന ഭീകരനെ കണ്ട് ആ സ്പോട്ട് തന്നെ ഓടി രക്ഷപ്പെടേണ്ടി. ഇങ്ങനത്തെ ഒരു സ്പോട്ട് എന്റെ ഫിഷിംഗ് ചെയ്തതിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പുറത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തെ വലിയ വരാല് വെട്ടുന്ന സൗണ്ട്, അപ്പുറത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ വലിയ വരാല് വെട്ടുന്ന സൗണ്ട്. അതുകൊണ്ട് ഉറപ്പായും വരാല് വെട്ടുന്ന പ്രതീക്ഷിച്ചെങ്കിലും ഫ്രോഗിന്റെ പുറകെ വരാല് വരുന്നതിന് പകരം വന്നത് ഒരു പാമ്പായി. ഇങ്ങനത്തെ ഫ്രോഗിൽ നമുക്ക് പാമ്പും പിടിക്കാന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വരാല് പിടിക്കാൻ പോയി നമ്മൾ നമ്മുടെ ഫ്രോഗിന്റെ പുറകെ അറിയാതെ ചെയ്തതാണെങ്കിലും ഇതിനിങ്ങനെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോവണ്ട. ചത്ത വരാൽ കുട്ടിയാണെന്ന് വിചാരിച്ച് അടുത്ത് പോയപ്പോഴാണ് ജീവനുണ്ടെന്ന് മനസ്സിലായി. എടുത്തു നോക്കിയപ്പോ വയറിന്റെ സൈഡിലായിട്ട് ഒരു ഓട്ടം കണ്ടപ്പോ പക്ഷികൾ എന്തെങ്കിലും ഉപദ്രവിച്ചതാണെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പുറത്തെ സൈഡിൽ അതുപോലെ ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇത് ആരോ സ്ലിംഗ് ഷോട്ട് വെച്ചിട്ട് അടിച്ചതാണ്. ജീവനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് വെള്ളത്തിലിട്ടെങ്കിലും കാര്യം ഉണ്ടായി. ചെറിയ വരാലായതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അറിയാതെ ചെയ്തതാണെങ്കിലും ഇതിനിങ്ങനെ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോവണ്ട. ചത്ത വരാൽ കുട്ടിയാണെന്ന് വിചാരിച്ച് അടുത്ത് പോയപ്പോഴാണ് ജീവനുണ്ടെന്ന്. 1, 2 അല്ല, ഒരേ സമയം 4 വലിയ വരാലുകൾ കിണറിന്റെ മേലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ജീവനുള്ള പരലിട്ട് കൊടുത്തപ്പോ
കഴിക്കാനുള്ള പരലിട്ട് കൊടുത്തപ്പോ അപ്പൊ തന്നെ ഒരുത്തൻ തീച്ച എപ്പോ പോയാലും നമ്മളൊരു ഒരു വീട് എന്ന സ്വപ്നവുമായി കഴിയുന്നവർക്ക് വെറും 8 ലക്ഷം രൂപക്ക് അതിമനോഹരമായി നിർമ്മിച്ച ഒരു വീടാണ് കേട്ടോ കാണിക്കുന്നത്. ഡീറ്റെയിൽ വീഡിയോ കാണാനായിട്ട് താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.